وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള സഹോദരന്മാർ, നമ്മൾ പഠിച്ചു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ വുളൂ ചെയ്തത് അങ്ങനെ വുളൂ ചെയ്യാനാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിച്ചു വരുന്നത്. ഇന്നലെ അവസാനമായി നമ്മൾ പഠിച്ചത് വുളൂവിന്റെ ആരംഭത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. 1 മിസ്വാക്ക് ചെയ്യുക, 2 ബിസ്മി പറയുക, 3 2 മുൻകൈകളും 3 പ്രാവശ്യം വിരലുകൾക്കിടയിൽ കൈ കോർത്തുകൊണ്ട് കഴുകുക, 4 കൈ കഴുകിയതിന് ശേഷം മൽമലത് ചെയ്യുക, വായിൽ വെള്ളം കയറ്റി ചീറ്റുക, അതുപോലെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിക്കളയുക. ഇതാണ് അവസാനമായി പഠിച്ചത്. പിന്നെ ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹുമൈദ് റളിയല്ലാഹുവിന്റെ ഹദീസിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വുളൂ ചെയ്ത് കാണിച്ചു കൊടുത്തത്, ഇതിന് മൽമലത്തിന് ശേഷം അദ്ദേഹം 2 കൈകൾ കൊണ്ടും വെള്ളം കോരുകയും മുഖം കഴുകുകയും ചെയ്തു. മുഖം കഴുകുന്നതിന്റെ ഹുക്മ് വാജിബാണ്. മുഖം കഴുകുന്നതിൽ നിന്ന് എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ വുളൂ ശരിയാകൂല. പരിപൂർണ രൂപത്തിൽ മുഖം കഴുകേണ്ടതാണ്. അല്ലാഹു വസ്ലു വുജൂഹക്കും, നിങ്ങൾ മുഖങ്ങൾ കഴുകുക. അത് വുളൂവിന്റെ റുക്നിൽപ്പെട്ടതാണ്, വാജിബും കൂടിയാണ്, തെറ്റിപ്പോകാൻ പാടില്ല. 3 പ്രാവശ്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം കഴുകിയതായിട്ട് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അലി റളിയല്ലാഹുവിന്റെ ഹദീസിലും അതേപോലെ അബ്ദുല്ലാഹ് ബിൻ സൈദ് റളിയല്ലാഹുവിന്റെ ഹദീസിലും കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം 3 പ്രാവശ്യം കഴുകിയിരുന്നു. അതിന് മുഖത്തിന്റെ അളവ് റസൂലുള്ളാഹി നിശ്ചയിച്ചിരുന്നത് നമ്മുടെ നെറ്റിയിൽ നിന്നും മുടി മുളക്കുന്നത് മുതൽ താഴെ താടിയെല്ലിന്റെ അറ്റം വരെയാണ് മുഖത്തിന്റെ നീളം. വീതി ഈ ചെവിക്കുറ്റി മുതൽ അടുത്ത ചെവിക്കുറ്റി വരെ, ഇതൊക്കെ മുഖത്തിൽപ്പെട്ടതാണ്. മൂക്ക്, കണ്ണ്, വായ, ഇതെല്ലാം മുഖത്തിൽപ്പെട്ടതാണ്. നമ്മൾ വുളൂ ചെയ്യുമ്പോൾ പരിപൂർണ രൂപത്തിൽ ഈ ഭാഗത്തൊക്കെ വെള്ളം തട്ടിയിരിക്കണം. അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താടിയുടെ അടിഭാഗത്ത് പ്രത്യേകം വെള്ളം എടുത്തുകൊണ്ട് ചിക്കി കഴുകുമായിരുന്നു. തിങ്ങിയ താടിയുള്ള ആൾക്കാർ ആ താടി ചിക്കി കഴുകൽ മുസ്തഹബാണ്, സുന്നത്താണ്. റസൂലുള്ളാഹി പ്രത്യേകം അങ്ങനെ ചെയ്യുമായിരുന്നു. 2 ഹദീസിൽ കാണാം റസൂലുള്ളാഹി തങ്ങൾ ഒരു കയ്യിൽ പ്രത്യേകം വെള്ളം എടുത്തു, മുഖം കഴുകിയതിന് ശേഷം വെള്ളം എടുത്തു താടി ചിക്കി കഴുകുമായിരുന്നു. തിങ്ങിയ താടിയുള്ള ആൾക്കാർ താടി മുഴുവൻ വെള്ളം നനക്കലും മുസ്തഹബാണ്. ഇതാണ് മുഖം കഴുകുന്നതുമായി ബന്ധപ്പെട്ട് ഹദീസ് വന്നിട്ടുള്ളത്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ 2 കഴുകും. അതും ഹുക്മ വാജിബാണ്, നിർബന്ധമാണ്. കൈ കഴുകുന്നത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഇലൽ മിർഫഖ്, കൈമുട്ട് വരെ. ഇതാണ് കൈന്റെ ഇത്. ഈ കൈമുട്ട് വെള്ളത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കണം. അതായത് ഈ മുട്ടും കടന്ന് ഇതുവരെ വെള്ളം എത്തുന്ന രൂപത്തിൽ നിങ്ങൾ മുട്ടുകൾ കഴുകണം. ഇത് മുതൽ കൈമുട്ട് ഉള്ളിൽ പ്രവേശിക്കുന്ന രൂപത്തിൽ നിങ്ങൾ കഴുകണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വുളൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡ്രസ്സും ഫുള്ളായിട്ട് കയറിയിട്ടുണ്ടാവൂല, അതല്ലെങ്കിൽ ഡ്രസ്സ് നനയുന്നതിന്റെ പേരിൽ കുറച്ചേ ഉണ്ടാവും. അപ്പോൾ കഴുകുമ്പോൾ മുട്ടുൾപ്പെടെ പരിപൂർണ രൂപത്തിൽ കഴുകാൻ നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരലോകത്ത് മുഅ്മിനീങ്ങൾ വുളൂവിന്റെ കാരണത്താൽ കൈകാലുകൾ പ്രകാശിക്കും. ആ പ്രകാശം കൂടുതലായി കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരൽപ്പം കയറ്റി കഴുകുക. കയ്യും കാലും കുറച്ചുകൂടി കയറ്റിയിട്ട് കഴുകുക. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കഴുകുന്ന രൂപം പഠിപ്പിച്ചത്. ആദ്യം വലത്തെ കൈ, പിന്നെ ഇടത്തെ കൈ. അതിലും തർത്തീബുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വുളൂ ചെയ്യുന്ന സമയം, അതുപോലെ മുടി ചീകുന്ന സമയം, ചെരുപ്പ് ധരിക്കുന്ന സമയം റസൂലുള്ളാഹി തങ്ങൾ വലതിന് മുന്തിക്കുമായിരുന്നു. അപ്പൊ ആദ്യം വലത്തെ അവയവങ്ങൾ കഴുകണം, പിന്നെ ഇടത്തത് കഴുകണം. ആദ്യം വലത്തെ കൈ, ഇത് മുതൽ മുട്ടുൾപ്പെടെ 3 പ്രാവശ്യം കഴുകുക. അതിനുശേഷം ഇടത്തെ കൈ അതേപോലെ 3 പ്രാവശ്യം കഴുകുക. ഇതാണ് ഉസ്മാൻ റളിയല്ലാഹു ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്, ഉസ്മാൻ റളിയല്ലാഹു പറയാം, റസൂലുള്ളാഹി തങ്ങൾ സുമ്മ മസഹ ബിറഅസിഹി, റസൂലുള്ളാഹി തങ്ങൾ തല തടവി. തല തടവലും വാജിബാണ്, നിർബന്ധമാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വംസഹു ബിറൂസിക്കും, നിങ്ങൾ തലകൾ തടവുക. എങ്ങനെ തല തടവേണ്ടത്? പല ആൾക്കാരും പല രൂപത്തിലാണ് തല തടവാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തതുപോലെ അബ്ദുല്ലാഹി ബിൻ സൈദ് റളിയല്ലാഹുവിന്റെ ഹദീസിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാം. തല തടവുന്ന രൂപം റസൂലുള്ളാഹി തങ്ങൾ ഒറ്റൊരു പ്രാവശ്യം തല തടവിയിട്ടുള്ളൂ, ഒറ്റൊരു പ്രാവശ്യം. അത് റസൂലുള്ളാഹി തങ്ങൾ ആദ്യം കയ്യിൽ വെള്ളം എടുത്തു. ചിലപ്പോൾ ചില റിവായത്തുകളിൽ റസൂലുള്ളാഹി തങ്ങൾ വെള്ളം എടുത്തിട്ടുമില്ല. കൈ കഴുകിയതിൽ നിന്നും ബാക്കിയായ വെള്ളം, ആ വെള്ളം കയ്യിലെടുക്കുകയും എന്നിട്ട് ഈ 2 തള്ളവിരലുകൾ ചെവിക്കുറ്റിയിൽ വെക്കുകയും ഈ കൈ ഇവിടെ പിടിച്ച് മുമ്പിൽ നിന്ന് പിറകോട്ടേക്ക് 1 പ്രാവശ്യം, അതേപോലെ പിറകിൽ നിന്ന് മുമ്പാകത്തേക്ക് 1 പ്രാവശ്യം,
ഒറ്റൊരു പ്രാവശ്യം. ഇങ്ങനെയായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ തല തടവിയിരുന്നത്. ഇമാം മുസ്ലിമും അതേപോലെ തിർമിദിയും റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസ് സ്ഥിരപ്പെട്ടതാണ്. ഇതാണ് റസൂലുള്ളാഹി തങ്ങളുടെ രീതി. റസൂലുള്ളാഹി തങ്ങൾ തല തടവുന്നത് ഇങ്ങനെയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, റസൂലുള്ളാഹി തങ്ങൾ ഒറ്റൊരു പ്രാവശ്യമേ തല തടവിയിട്ടുള്ളൂ. ഇങ്ങനെ പിടിക്കും, ഇന്ന് പിറകോട്ടേക്ക്, അതേപോലെ പിറകിൽ നിന്ന് മുമ്പിലോട്ട്. ഇതാണ് റസൂലുള്ളാഹി തങ്ങളുടെ രീതി, സുന്നത്തായ രീതി. ചില റിപ്പോർട്ടുകളിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവോ അതല്ലെങ്കിൽ തൊപ്പിയോ തലയിലുണ്ടെങ്കിൽ ചിലപ്പോൾ തലപ്പാവ് റസൂലുള്ളാഹി തങ്ങൾ പകുതി കയറ്റും, എന്നിട്ട് ഇവിടുന്ന് തുടങ്ങും, എന്നിട്ട് തലപ്പാവിലൂടെ പൂർത്തിയാക്കും, അതേപോലെ മുമ്പോട്ട്. ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. ചില റിവായത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവ് നീക്കാതെ തലപ്പാവിന്റെ മുകളിൽ തന്നെ തടവിയതായിട്ടും റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതേപോലെ തല തടവാവുന്നതാണ്. ഇനി തലേന്റെ കൂടെ തന്നെ റസൂലുള്ളാഹി തങ്ങൾ ചെവിയും തടവിയ റിപ്പോർട്ടുണ്ട്. റസൂലുള്ളാഹി അലി റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതുപോലെ തല തടവിയതിന് ശേഷം റസൂലുള്ളാഹി തങ്ങൾ 2 തള്ളവിരൽ ചെവിക്ക് പിറകിൽ പിടിക്കുകയും 2 ചൂണ്ടുവിരൽ ചെവിക്കുള്ളിൽ പ്രവേശിപ്പിക്കുകയും എന്നിട്ട് പുറത്തെ ഇങ്ങനെ സഞ്ചരിപ്പിക്കുമായിരുന്നു എന്ന്. അതും ഒരു പ്രാവശ്യം തലേന്റെ കൂടെ തന്നെ. ഇപ്പൊ സുന്നത്തായ രീതി ഇതാണ്. മുക്കമ്മലായ റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു തന്ന രീതി ഇതാണ്. കയ്യിൽ വെള്ളമെടുക്കുക, ആദ്യം തലയും ഫുള്ളായിട്ട് ഒരു പ്രാവശ്യം തടവുക, അതേപോലെ ശേഷം ചെവി ഇങ്ങനെ ഒരു പ്രാവശ്യം 2 ചെവിയിൽ തടവുക. ഇതാണ് മുസ്തഹബായ റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു തന്ന പരിപൂർണ രൂപം. അതിനുശേഷം റസൂലുള്ളാഹി തങ്ങൾ കാലുകൾ കഴുകി. കാല് കഴുകുമ്പോഴും കൈ കഴുകിയതുപോലെ തന്നെ നെരിയാണിക്ക് മുകളിൽ, നെരിയാണി എന്നല്ല പറയുന്നത്, നെരിയാണിക്ക് മുകളിൽ വെള്ളം എത്തുന്ന രൂപത്തിൽ കഴുകുകയും വിരലുകൾക്കിടയിൽ, വലത് കാലിന്റെ വിരലുകൾക്കിടയിൽ ഇടത് കൈകൾ ഇട്ടുകൊണ്ട് വിരലിനിടയിൽ റസൂൽ വെള്ളം എത്തി എന്ന് ഉറപ്പുവരുത്തുന്ന രൂപത്തിൽ കഴുകുമായിരുന്നു 2 കാലുകൾ. അതേപോലെ കഴുകൽ സുന്നത്താണ്. റസൂലുള്ളാഹി തങ്ങൾ ചെയ്യുമായിരുന്നു. ഇനി കുറച്ച് കയറ്റി കഴുകിയാൽ അതത്രയും നല്ലത്. മുമ്പ് പറഞ്ഞ ഹദീസിൽ അത് തെളിവാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ ചെയ്ത രൂപമായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. ഇതേപോലെ വുദൂ ചെയ്തിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഇങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ വുദൂ ചെയ്തത്. മൻ തവല്ലഅ നഹ്വ വുദൂഇ ഹാദാ, ഇനി ആരെങ്കിലും ഇതേപോലെ വുദൂ ചെയ്താൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. വേറെ ചില റിപ്പോർട്ടുകളിൽ അദ്ദേഹത്തിന്റെ പാപങ്ങളും മായ്ക്കപ്പെടുന്നതാണ്. ഏതുപോലെ ഒരു കുട്ടി, ചെറിയൊരു കുട്ടിയെ പോലെ അദ്ദേഹത്തിന്റെ പാപങ്ങൾ മായ്ക്കപ്പെടും എന്നും ചില റിപ്പോർട്ടുകളിൽ കാണാം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദൂ ചെയ്ത രൂപം. അല്ലാഹു പഠിക്കാൻ, അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.